നമുക്ക് നമ്മുടെ തൊടിയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മുടെ തിളക്കവും മിനുസവും ആ ചർമ്മത്തിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടുത്താൻ സഹായിക്കുമെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും നല്ലത്. ഇതിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഗതി നല്ല രീതിയിലുള്ള ഹൈഡ്രേഷൻ. നമുക്ക് നമ്മുടെ തൊടിയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മുടെ തിളക്കവും മിനുസവും ആ ചർമ്മത്തിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടുത്താൻ സഹായിക്കുമെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും നല്ലത്. ഇതിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഗതി നല്ല രീതിയിലുള്ള ഹൈഡ്രേഷൻ നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ പലപ്പോഴും നമ്മളത് മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള നല്ല സ്ട്രോങ് ഡ്യൂറബിലിറ്റിയുള്ള ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ച് വെച്ച് അതിനു വേണ്ടി ഒരു 10-100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും തെറ്റില്ല. എന്നിട്ട് 1 ലിറ്റർ കൊള്ളാവുന്ന ആ വെള്ളത്തിൽ ആ വാട്ടർ ബോട്ടിൽ ദിവസം 3 പ്രാവശ്യമെങ്കിലും നിറച്ച് കുടിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കാനും പാൽ കുടിക്കാനും ഒക്കെ മടിയുള്ളപ്പോൾ എന്താ ചെയ്യുക, നല്ല ഭംഗിയുള്ള ഗ്ലാസും ഭംഗിയുള്ള കപ്പും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. അതേപോലെ തന്നെ നമുക്കും നമ്മളെ തന്നെ റിവാർഡ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു വാട്ടർ ബോട്ടിൽ, അത് വേണേൽ 2-3 എണ്ണം വാങ്ങിച്ചു വെച്ചാലും കുഴപ്പമില്ല, അത് 3 പ്രാവശ്യമെങ്കിലും നമ്മൾ നിറച്ച് കുടിക്കുന്നുണ്ട് ഒരു ദിവസം എന്ന് ഉറപ്പ് വരുത്തുക. തിളപ്പിച്ചാർച്ച വെള്ളം തന്നെയാണ് ഏറ്റവും നല്ലത്. അതിൽ തന്നെ ജീരകമോ അങ്ങനെയുള്ള കരിങ്ങാലി വെള്ളം പോലെയുള്ള മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളോ സ്പൈസസോ ആഡ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് ആൻറ്റി ഓക്സിഡൻസ് കിട്ടാനായിട്ടും നമ്മുടെ ആ ഒരു ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ടും സഹായിക്കും. ഏറ്റവും പ്രധാനം ഇതിനുള്ള ഫേഷ്യൽ പാക്കുകളാണ്. നമ്മൾ കുളിക്കുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് മുഖം കഴുകുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, പ്രത്യേകിച്ച് ഈ മുഖക്കുരു ഉള്ളവർക്ക്, മുഖക്കുരു എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിലുള്ള അലർജിയിൽ നിന്ന് വരുന്നതാണ്. പലപ്പോഴും താരനുള്ളവർക്ക് മുഖക്കുരു കൂടുതലായിരിക്കും. താരൻ എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള പ്രോട്ടീൻസിൻ്റെ അലർജിയാണ് എന്നുള്ളൊരു സ്കൂൾ ഓഫ് തോട്ടുണ്ട്. ഈ താരൻ എന്ന് പറയുന്നത് നമ്മുടെ ഡെഡ് സ്കിൻ തന്നെ, എക്സ്ഫോളിയേറ്റീവ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ വേറൊരു വകഭേദമാണ്. അപ്പോൾ ഇത് പൊടിഞ്ഞു വീണ് ഈ താരൻ നമ്മുടെ ശരീരത്തിൽ പലയിടത്തും, മുഖത്ത് മാത്രമല്ല കഴുത്തിലും പുറത്തും ചിലപ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്തുമൊക്കെ ചെറിയ കുരുക്കളായിട്ടും ചർമ്മത്തിലുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളായിട്ടും ഒക്കെ പ്രസൻറ്റ് ചെയ്യാം. അതിനെ നമ്മൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നാണ് വിളിക്കുന്നത്. അതിന് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത്, നമുക്ക് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ സ്വല്പം ആര്യവേപ്പിലയും ഉപ്പും മഞ്ഞളും കൂടെ ഇടുക. ഇതെല്ലാം ഇട്ടിട്ടൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് ആ വെള്ളം വെച്ചിട്ട് മുഖമൊന്ന് കഴുകുക. അത് രാവിലെയും വൈകുന്നേരവും കഴുകാവുന്നതാണ്. ഒരല്പം ആവി കൊള്ളിച്ചിട്ട് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആവി കൊള്ളിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖം ഒന്ന് സോഫ്റ്റ് ആകും. ഈ ആവി ചെല്ലുന്നിടത്ത് തന്നെ മുഖക്കുരുവിൻ്റെ ആ ഭാഗത്തെ അത് ഒന്ന് പൊട്ടി അതിൻ്റെ ഉള്ളിലുള്ള ആ ഇൻഫെക്ഷ്യസ് പാർട്ടൊന്ന് പുറത്തു പോകാനായിട്ടും കൂടി തയ്യാറായിരിക്കും. അതോടൊപ്പം ഈ ചൂടുവെള്ളം കൊണ്ടിട്ട്, ചെറു ചൂടുവെള്ളം, പൊള്ളുന്ന വെള്ളമൊന്നുമല്ല, ചെറു ചൂടുവെള്ളം കൊണ്ട് മുഖം ഒന്ന് കഴുകുക. അതൊന്ന് കഴുകിയിട്ട് മുഖം കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ചതായതുകൊണ്ട് ഈ വെള്ളത്തിന് നല്ല കയ്പ്പായിരിക്കും. അത് വായി പോകാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ വായി പോയെന്നാലും കുഴപ്പമൊന്നുമില്ല, അതിന് ആരോഗ്യ പ്രശ്നങ്ങളല്ല, അതിന് ഭയങ്കര കയ്പ്പായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് കഴുകിയതിന് ശേഷം സാധാരണ ഒരു ഫേസ് വാഷ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് വെച്ചിട്ട് മുഖം ഒന്നുകൂടി ഒന്ന് കഴുകുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ സ്ക്രബ്ബർ, അത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഉപയോഗിക്കാവുന്നതാണ്. അത് രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ ഉപയോഗിക്കാം. ഈ സ്ക്രബ്ബറിന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കുറച്ച് സാധനങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, തൈര്. അത് പാലോ തൈരോ രണ്ടും നല്ലതാണ്. തൈരിൽ കുറേ പ്രീബയോട്ടിക് ബാക്ടീരിയ, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തൈരാണ് ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ലെമൺ, അതായത് നമ്മുടെ നാരങ്ങയുടെ നീര്,
അത് പലപ്പോഴും നമ്മുടെ ഈ ടാൻഡ് കളറ് പോകാനായിട്ടും നമ്മുടെ കഷത്തിലോ തൊടയിടുക്കിലോ ഒക്കെ കറുപ്പ് നിറമുണ്ടെങ്കിൽ അത് മാറാനായിട്ടും ഒക്കെ സഹായിക്കും. അതേപോലെ തന്നെ ഈ പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങ് അതിൻ്റെ തോല് മാറ്റിയതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് ചിക്കിയെടുത്ത് അത് നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് അതിനോടല്പം നാരങ്ങാനീരും തൈരും കൂടെ ചേർത്ത് നമ്മൾ മുഖത്തും ഈ കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ കറുപ്പ് നിറം ഒന്ന് മാറാനും ഈ ടാൻഡ് നിറം ഒന്ന് മാറാനും സഹായിക്കും. അതേപോലെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ, നമുക്കറിയാം പച്ച നിറത്തിൽ ക്യാപ്സ്യൂൾ കിട്ടുന്നതാണ്. അത് നമ്മുടെ മുടിക്കും ചർമ്മത്തിനും നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറി മാറി ഓരോരോ ദിവസമായിട്ട് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്. എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യണമെന്നില്ല. മാത്രമല്ല അങ്ങനെയുള്ളപ്പോൾ ഒരു അപകടവും കൂടിയുണ്ട്. നമ്മൾ ഇതിലേതെങ്കിലും അലർജി ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നേരെ മുഖത്ത് അപ്ലൈ ചെയ്യാതെ ആദ്യം നമുക്ക് കയ്യിൽ വല്ലതും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മിക്കവാറും ആളുകൾക്ക് ഈ സ്കിന്നിൻ്റെ പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അവരുടെ അലർജി തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രോട്ടീൻ അലർജികൾ ഉണ്ടാകും. അതേപോലെ താരന് കാരണമായിട്ടുള്ള മറ്റ് പലതരത്തിലുള്ള അലർജി, ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇതെല്ലാം നമ്മുടെ തന്നെ ഭക്ഷണത്തിൽ ചിലപ്പോൾ പതിയിരിക്കുന്നുണ്ടാവാം. അപ്പോൾ അതെന്താണ് എന്ന് അറിയാനായിട്ടുള്ള ഒരു ടെസ്റ്റാണ് അലർജിയുടെ സ്കിൻ പ്രിക്ക് ടെസ്റ്റ്. നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ പാല്, അരി, മുട്ട, ഗോതമ്പ്, ഇറച്ചി തുടങ്ങിയ പല വിധത്തിലുള്ള ഭക്ഷണങ്ങളോടും പയറുവർഗ്ഗത്തിൽപ്പെട്ട നിലക്കടല പോലുള്ള സംഗതികൾക്ക് പോലും അലർജി ഉണ്ടാവാം എന്നുള്ളതാണ് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു വസ്തുത. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് നോക്കിയെന്നാൽ മാത്രമേ ഈ പറയുന്ന ഗോതമ്പിലെ ഗ്ലൂട്ടൻ ഇൻടോളറൻസും പാലിലടങ്ങിയിരിക്കുന്ന ലാക്ടോസ് ഇൻടോളറൻസും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിങ്ങനെ കോളം വരച്ച് ഓരോന്നിൻ്റെയും റിയാക്ഷൻ വെച്ച് നോക്കി കൃത്യമായി മെഷർ ചെയ്ത് അത് രേഖപ്പെടുത്താൻ പറ്റും. നമ്മളിവിടെ ചെയ്യുന്ന സ്കിൻ പ്രിക്ക് ടെസ്റ്റ് 71 അലർജൻസിൻ്റെ പാനലാണ് നോക്കുക. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് കൃത്യം അറിയാം. ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ അത് അപ്പം പോലെ ഇങ്ങനെ വലുതായി വരും. ചിലപ്പോൾ 8-9 മില്ലിമീറ്റർ സൈസിൽ വരെ അതിൻ്റെ റിയാക്ഷൻ കാണിക്കാറുണ്ട്. അപ്പോൾ വളരെ അക്യുറേറ്റ് ആയിട്ട്, ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തെന്നാലൊന്നും നമുക്കത് കൃത്യമായിട്ട് അറിയത്തില്ല. ഇപ്പോൾ ഈസ്നോഫിൽ കൗണ്ടോ IgE ഒക്കെ നോക്കുമ്പോൾ അലർജി ഉണ്ട് എന്നറിയാം എന്നല്ലാണ്ട് എന്തിനോടാണ് അലർജി ഉണ്ടാക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ കണ്ടുപിടിച്ചെന്നാൽ അത് മാറ്റി നിർത്തുകയോ മാറ്റി നിർത്താൻ പറ്റാത്ത പോലത്തെ സംഗതികളാണെങ്കിൽ അതിന് ഇമ്മ്യൂണോതെറാപ്പി എന്ന പേരിൽ നമ്മൾ 6 മാസത്തേക്ക് തുള്ളി മരുന്നായിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന രീതിയോ നമുക്ക് അവലംബിക്കാവുന്നതാണ്. അങ്ങനെ ഈ അലർജിയെ പൂർണ്ണമായിട്ടും മാറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസ്മെൻറ്റ് ഇൻ അലർജി ട്രീറ്റ്മെൻറ്റാണ് ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. അതേപോലെ ബദാം ഓയിൽ നല്ല രീതിയിൽ നമുക്ക് മുടിയുടെയും സ്കിന്നിൻ്റെയും വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ്. ബദാം ഓയിൽ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. അല്ലെങ്കിൽ ബദാം തന്നെ നമ്മൾ കുതിർത്തിട്ട് അതിൻ്റെ തോല് മാറ്റി അതിൻ്റെ ഓയിലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നീര് നമുക്ക് ഞെക്കി എടുക്കാവുന്നതാണ്. അതിനോടൊപ്പം വൈറ്റമിൻ ഇയുടെ ഇത് ചേർക്കാം. പിന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ള സിദ്ധികളുള്ളൊരു സംഗതിയാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിൻ ഡ്രൈ ആയി പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഈ സ്കിൻ ഡ്രൈ ആയി പോകാണ്ടിരിക്കാനായി ഏറ്റവും നല്ല ഒരു സാധനം ഉരുക്ക് വെളിച്ചെണ്ണ തന്നെയാണ്. നമുക്കത് ഏത് മെഡിക്കൽ ഷോപ്പിൽ വേണമെങ്കിലും കിട്ടാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള വെളിച്ചെണ്ണയുടെ പ്രോഡക്ട്സ് കിട്ടുന്നിടത്ത് നമ്മൾ നോക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, തേങ്ങയ്ക്ക് പോലും അലർജി ഒരുപാട് ആളുകളിൽ കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതുപോലത്തെ പ്രോഡക്ട്സ് ഉപയോഗിക്കാനായിട്ട്. നമ്മൾ ആദ്യമേ ഒരു ടെസ്റ്റ് ഡോസ് ഇടുന്നത് പോലെ തന്നെയാണ് ഈ പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ തേങ്ങയ്ക്ക് അലർജി ഉണ്ടോ എന്നുള്ളത്. അതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഉള്ള ഉപയോഗം അത് പരിമിതപ്പെടുത്തുക, നമുക്ക് അലർജി ഇല്ലാത്ത സംഗതികളിലേക്ക് മാത്രമായിട്ട്. അതോടൊപ്പം നമുക്ക് ഭക്ഷണത്തിൽ ധാരാളമായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. നമുക്കറിയാം കുക്കുംബർ എന്ന് പറയുന്ന സാധനം നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ കുക്കുംബർ കണ്ണിന് മുകളിൽ വയ്ക്കുന്ന എന്തിനാണ്? കണ്ണിന് ചുറ്റുമുള്ള ആ കറുപ്പ് മാറിക്കിട്ടാൻ വേണ്ടിയാണ്. അതേപോലെ നാരങ്ങയുടെ നീരും ആണെങ്കിലും ഇതുപോലെ ഇപ്പം ഇതെല്ലാം അലർജിക്ക് കാരണമാകുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് വേണം നമ്മളിതിലേക്ക് പോകാൻ എന്നുള്ളത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം വളരെ നല്ല ബ്രൈറ്റ് കളർ ഉള്ള ടൊമാറ്റോ അല്ലെങ്കിൽ തക്കാളി എന്ന് പറയുന്നത്, തക്കാളിയുടെ നീര്
നമ്മുടെ സ്കിന്നിനെല്ലാം നല്ല തിളക്കം തരുന്ന നല്ല ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ സാധനമാണ് മുട്ടയുടെ വെള്ള. അതും അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അത് നോക്കിയിട്ട് വേണം നമ്മളത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇപ്പം മുടിയുടെ വളർച്ചയ്ക്കും, ഇപ്പം മുടി ശരിക്കും ഒരു ചെടി പോലെ ഇരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ പുല്ല് പോലെ ഇരിക്കുന്നെങ്കിലും നമ്മൾ ആ പുല്ലിനല്ല കൂടുതലായിട്ടും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. പകരം നമ്മൾ ആ സ്കാൽപ്പിലാണ്. ആ മുടി ഉണ്ടായി വരുന്നത് അതൊരു ഡെഡ് സെൽസ് പുറത്തേക്ക് തള്ളുന്ന രീതിയിലുള്ള വളർച്ചയാണ് മുടിക്കുണ്ടാകുന്നത്. അപ്പം നമ്മൾ ആ സ്കാൽപ്പിനുള്ള ആരോഗ്യമാണ് കൂടുതൽ നോക്കേണ്ടത്, എന്നാലേ മുടിക്കും വളർച്ച ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഹെയർ ഓയിലൊക്കെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയുള്ള മറ്റ് പല ലേപനങ്ങളുമൊക്കെ നമ്മൾ മുടിയിലല്ല പുരട്ടുക, ആ സ്കാൽപ്പിലാണ്. ആ സ്കാൽപ്പിൽ പുരട്ടി എന്നാൽ മാത്രമേ അവിടെ നല്ല ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ, അവിടെ നിന്ന് നന്നായിട്ട് മുടി നന്നായിട്ട് വളർന്നു വരത്തുള്ളൂ. ഇതിലൊന്നും നിന്നില്ല എന്നുണ്ടെങ്കിൽ മുടി വളർച്ചയ്ക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള സംഗതികളുണ്ട്. PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി ഉണ്ട്. അപ്പം നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ 99.9% റിസൾട്ടാണ്. നമ്മൾ മുടി അത് കൃത്യമായിട്ട് നമ്മുടെ വളരെ നോർമലായിട്ടുള്ള മുടി, അത് നമ്മുടെ തന്നെ ശരീരഭാഗത്തിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും മുടി എടുത്തിട്ട് വെച്ച് പിടിപ്പിക്കുന്ന രീതിയാണ്. അത് വളരെ സേഫായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ട് ആളുടെ വയസ്സ് 10 അല്ല, ഒരു 20-30 വയസ്സ് വരെ കുറച്ച് നിർത്തുന്ന രീതിയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാൻ നമുക്ക് സൗകര്യം ചെയ്തു കൊടുക്കാവുന്നതാണ്. അതേപോലെ അങ്ങനെ ഇപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യം വരത്തില്ല. അതിന് സ്കാൽപ്പ് മൈക്രോ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന രീതിയുണ്ട്. അതേപോലെ തന്നെ ഈ പുരികത്തിൻ്റെ ആകൃതിയിൽ എന്തെങ്കിലും പരുക്ക് പറ്റി അവിടെ എന്തെങ്കിലും വെട്ടോ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് അവിടെ നമുക്ക് പിഗ്മെൻറ്റ് ചെയ്ത് അത് ഡൈ വെച്ചിട്ട് അവിടെ നല്ല ഷേപ്പിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ താടി നന്നായിട്ട് വളരാത്തവർക്ക് ഒരുപാട് പേര് രോമ വളർച്ചയില്ല എന്ന് പറഞ്ഞ് സമീപിക്കാറുണ്ട്. അവരുടെയൊക്കെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ നോർമൽ ആണെങ്കിൽ പോലും ഈ രോമ വളർച്ച ഇല്ലാതെ ഇരിക്കുന്നത് അവർക്കൊരു വലിയ ബുദ്ധിമുട്ടായി കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രോമം കൃത്യമായിട്ടുള്ള ഷേപ്പിൽ തന്നെ നമുക്ക് ഈ താടി വെച്ച് പിടിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നൂതനമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളും ഇന്ന് നമുക്ക് മോഡേൺ മെഡിസിനിൽ അവൈലബിൾ ആണ് എന്നുള്ള സന്തോഷ വാർത്ത കൂടി അറിയിക്കുന്നു. നമ്മൾ മുടിയിലേക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, ഇപ്പോൾ ഫേഷ്യലായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് കടലമാവ് പോലുള്ള സംഗതികൾ ഉപയോഗിച്ച് നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാവുന്നതാണ്. കടലമാവ്, പയറുപൊടി തുടങ്ങിയവയെല്ലാം നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, അലർജി ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. എന്നാൽ ഒത്തിരി ഡ്രൈ സ്കിൻ ഉള്ളവരോട് ആ കടലമാവിൻ്റെ ഉപയോഗം പരിമിതപ്പെടുത്താനായിട്ട് നമ്മൾ പറയും. നമ്മൾ കുളിക്കുമ്പോഴാണെങ്കിലും സോപ്പ് ഉപയോഗിക്കുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സോപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് മാത്രവുമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിൽ എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നുള്ളത് വീണ്ടും വീണ്ടും നോക്കണം. നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളുടെ ഒരു 90% കാരണവും സ്കിന്നിൻ്റെ അലർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്, പൾമ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി.